നമസ്കാരം. വിദേശ ശക്തികൾ പലതവണ ഭാരതത്തിൽ അധിനിവേശം നടത്തിയിട്ടുണ്ടെങ്കിലും എക്കാലത്തും ഭാരതത്തിൻ്റെ ഐഡൻറ്റിറ്റി അങ്ങനെ തന്നെയായിരുന്നു. നമ്മുടെ രാജ്യത്ത് അധിനിവേശം നടത്തിയവർ കടന്നുപോയ ചരിത്രമുണ്ടെങ്കിലും ഭാരതം എന്നത് ഒരൊറ്റ പാരമ്പര്യത്തിൽ ഒറ്റ തായ് വഴിയിൽ നിലനിന്ന ഒരു സംസ്കാരമാണ്. എന്നാൽ മറ്റ് പല രാജ്യങ്ങളുടെയും അവസ്ഥ അങ്ങനെയല്ല. നമ്മുടെ തൊട്ടയൽപ്പക്കത്തുള്ള ഇപ്പോൾ കലാപം നടക്കുന്ന ബംഗ്ലാദേശിൻ്റെ കാര്യം ഓർക്കുക. 1947 വരെ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു ബംഗ്ലാദേശ്. പിന്നീട് 24 വർഷം 1971 വരെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു. പാകിസ്ഥാൻ്റെ കിഴക്കൻ പ്രദേശമായിരുന്നു ബംഗ്ലാദേശ്. ഭൂമിശാസ്ത്രപരമായി വേർതിരിഞ്ഞു കിടന്നെങ്കിലും അത് പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ കശ്മീരിൽ ഗൂഢപ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ ഇന്ത്യ എടുത്ത ഒരു തീരുമാനമായിരുന്നു പാകിസ്ഥാനെ വിഭജിച്ച് ബംഗ്ലാദേശ് എന്ന ഒരു പുതിയ രാഷ്ട്രം പിറക്കാൻ ചുക്കാൻ പിടിക്കുക എന്നത്. അങ്ങനെയാണ് 1971 ഇൻഡോ പാക് യുദ്ധത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെടുന്നതും പാകിസ്ഥാൻ വിഭജിച്ച് ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം രൂപപ്പെടുന്നതും. അന്നു മുതൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഒരു ഉപഗ്രഹ രാജ്യം പോലെ ഇന്ത്യയോട് ചേർന്ന് നിന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് പോലും കൊല്ലപ്പെടുകയും പട്ടാള അട്ടിമറികൾ നടക്കുകയും ഒക്കെ ചെയ്ത് ബംഗ്ലാദേശിൻ്റെ അവസ്ഥ പാകിസ്ഥാനേക്കാൾ കഷ്ടമായിരുന്നു. 1990കളിലാണ് ബംഗ്ലാദേശിൽ ജനാധിപത്യം തിരിച്ചു വരുന്നത്. എന്നിട്ട് പോലും ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായ മുജീർ റഹ്മാന്റെ മകളും പാരമ്പര്യവും തുടർന്നു വന്ന അവാമി ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ മതേതര സങ്കല്പത്തോടും ജനാധിപത്യത്തോടും കൂറു പുലർത്തിയത്. BNP എന്ന രാഷ്ട്രീയ പാർട്ടി മതതീവ്ര സംഘടനകളുടെ പിന്തുണയോടുകൂടി ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയെപ്പോലും പരിഷ്കരിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് ശ്രമിച്ചത്. ബംഗ്ലാദേശിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിട്ടും അവർ മതേതര രാഷ്ട്രം എന്ന നിലയിൽ ആ രാജ്യത്തെ കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചു. അതിന് ഇന്ത്യയുടെ പരിപൂർണ പിന്തുണയുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ചില വിദേശ ശക്തികളുടെ പിന്തുണയോടെ കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിലെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന നിലയിൽ ആ രാജ്യത്തെ പിടിമുറുക്കിയതും ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ രംഗത്തിറങ്ങിയിരിക്കുന്നതും മത തീവ്ര ശക്തികളാണ്. ഇന്ത്യയിൽ രൂപം കൊണ്ട് പാകിസ്ഥാനിലേക്ക് മാറി ലോകത്ത് മുഴുവൻ അസമാധാനം വിതറാൻ നേതൃത്വം കൊടുക്കുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന പ്രസ്ഥാനമാണ് വാസ്തവത്തിൽ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ കലാപാന്തരീക്ഷത്തിൻ്റെ പിന്നാമ്പുറത്ത് പ്രധാനമായും പ്രവർത്തിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ട ഇസ്ലാമിക രാഷ്ട്ര രൂപീകരണമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമി പോലും മീഡിയ വൺ മാധ്യമം തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ പിന്നെ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ മേൽ നിരോധനം പോലും ഏർപ്പെടുത്തി ബംഗ്ലാദേശിനെ സംരക്ഷിച്ചിരുന്നു. അവരുടെ നേതൃത്വത്തിലുള്ള അഴിഞ്ഞാട്ടമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുമായി ചേർന്ന് നിൽക്കുകയാണ് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും ഭാവിക്കും അനിവാര്യമെന്നും ആ രാജ്യത്തിൻ്റെ ഐഡന്റിറ്റി പോലും ഇന്ത്യയുടെ സഹായത്തോടെ രൂപപ്പെട്ടതാണെന്നും സത്യമായിട്ടും ഇന്ത്യ വിരുദ്ധ വികാരം കുത്തിനിറച്ച് ബംഗ്ലാദേശിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ നേതാക്കളിൽ ഒരാളായിരുന്ന ഉസ്മാൻ ഷെരീഫ് ഹാദിയുടെ അപ്രതീക്ഷിതമായ കൊലപാതകമാണ് പുതിയ സംഘർഷത്തിന് കാരണമായിരിക്കുന്നത്. ഡിസംബർ 12 മോട്ടോർ ബൈക്കിൽ ഇറങ്ങിയ ഒരു സംഘം ഉസ്മാൻ ഹാദിയെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. ഉസ്മാനുമായി സിംഗപ്പൂരിലേക്ക് പറന്നെങ്കിലും 18 മരണം സ്ഥിരീകരിച്ചു. കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകാരനായിരുന്ന ഹാദിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഇന്ത്യയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനായിരുന്നു വാസ്തവത്തിൽ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ളവർ ശ്രമിച്ചത്. പക്ഷേ പ്രതികളെ പിടികൂടിയപ്പോൾ അവർക്ക് ബോധ്യമായി അത് ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ പാർട്ടി അവാമി ലീഗിന്റെ നേതാക്കളിൽ ഒരാളായ ഫൈസൽ കരീം മസൂദ് നടത്തിയ ആസൂത്രണമാണെന്ന്. ആ കൊലപാതകാസൂത്രണത്തിൽ പങ്കെടുത്ത മിക്കവരെയും അറസ്റ്റ് ചെയ്തെങ്കിലും ഫൈസൽ കരീമിനെ ഇതുവരെ പിടികൂടിയിട്ടില്ല. ഇപ്പോൾ ഇന്ത്യ വിരുദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഫൈസൽ കരീം ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു, ഇന്ത്യ സംരക്ഷിക്കുന്നുവെന്നാണ്. അതിനുള്ള ഒരു തെളിവും അവർ ചൂണ്ടിക്കാട്ടുന്നില്ല. ഇന്ത്യ അഭയം കൊടുത്ത ഷെയ്ഖ് ഹസീനെ തിരിച്ചു കൊണ്ടുവന്ന് വധശിക്ഷയ്ക്ക് വിധിക്കണം എന്നാണ് ബംഗ്ലാദേശിലെ തീവ്ര മതസംഘടനകളുടെ ആഗ്രഹവും ആവശ്യവും. ഇന്ത്യ അതിന് വഴങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹാദിയെ കൊന്ന
അവാമി ലീഗുകാരനെയും ഇന്ത്യ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ കടുത്ത ഇന്ത്യ വിരുദ്ധ വികാരം ശക്തിപ്പെടുത്താൻ കഴിയും എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. എന്നാൽ ഈ ആരോപണത്തിൽ എത്രമാത്രം ശരിയുണ്ടെന്ന് ആർക്കും നിശ്ചയമില്ല. ഹാദിയെ കൊന്നത് ഇന്ത്യയാണ് എന്ന് ആരോപിച്ചവർക്ക് പ്രതികളെ പിടികൂടിയപ്പോൾ അത് തിരുത്തേണ്ടി വന്നു. അത്തരത്തിൽ ഇന്ത്യ വിരുദ്ധമായി വികാരങ്ങൾ കുത്തിവെച്ചുകൊണ്ട് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ മേൽക്കൈ നേടുകയാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം. ഇന്ത്യ വിരുദ്ധ വികാരം കുറച്ചുകൂടി ശക്തിപ്പെടുത്തി വേണം അവർക്ക് വിജയം കൈവരിക്കാൻ. ജമാഅത്ത് ഇസ്ലാമി ശ്രമിക്കുന്നത് മറ്റു ചില മതതീവ്ര സംഘടനകളെ കൂടി കൂട്ടിച്ചേർത്ത് ഭരണം പിടിച്ചെടുത്ത് ബംഗ്ലാദേശിന്റെ മതേതരത്വം ഇല്ലാതാക്കി ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരികയാണ്. അതിനുവേണ്ടിയാണ് അവർ ഇപ്പോൾ ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള കലാപം അഴിച്ചുവിട്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ പേരിൽ ഇന്ത്യ തൽക്കാലം നിശബ്ദമായി കാഴ്ചക്കാരായി കാത്തിരിക്കുന്നു. ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളിൽ പരോക്ഷമായി നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് ബംഗ്ലാദേശിലെ ആഭ്യന്തര കാര്യം എന്ന നിലയിൽ അകലം പാലിക്കുകയാണ്. എന്നാൽ ഇന്ത്യയുടെ നിശബ്ദതയെ മുതലെടുത്തുകൊണ്ട് കടുത്ത ഇന്ത്യ വിരുദ്ധ പ്രഖ്യാപനങ്ങളും ഇന്ത്യ വിഭജിക്കും തുടങ്ങിയ ആരോപണങ്ങളുമൊക്കെ ഇന്ത്യയുടെ സ്വസ്ഥത കെടുത്തുന്നുണ്ട്. ബീഹാറും ജാർഖണ്ഡും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വിശാല ബംഗാളാണ് സ്വപ്നമെന്ന് അവരിൽ പലരും പ്രചരിപ്പിക്കുന്നു. ഇന്ത്യയുടെ ചിക്കൻ നെക്കിനെ വിഭജിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുന്നു. ഇന്ത്യയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ബംഗ്ലാദേശിനും നേപ്പാളിനും ഇടയിലുള്ള കേവലം 20 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഇന്ത്യയുടെ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന ആ പ്രദേശത്ത് തടസ്സം സൃഷ്ടിക്കുമെന്നും ഇന്ത്യക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടാനുള്ള എല്ലാ സാഹചര്യവും ഒഴിവാക്കുമെന്നുമാണ് ഇവരുടെ ഭീഷണി. ഈ ഭീഷണിക്ക് പിന്തുണയുമായി പാകിസ്ഥാനും എത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിലുണ്ടായ തിരിച്ചടി മാത്രമല്ല, ഏതു നിമിഷവും ഇന്ത്യ പാക് അധിനിവേശ കശ്മീർ തിരിച്ചു പിടിച്ചേക്കും എന്ന ഭീതിയും പാകിസ്ഥാന് ഉറക്കം കെടുത്തുന്നുണ്ട്. അമേരിക്കയുടെ പിന്തുണ മാത്രമാണ് പാകിസ്ഥാനുള്ള ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യം മുതലെടുത്ത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായിരിക്കുന്ന ഭീകര സംഘടനകളെ കൂട്ടുപിടിച്ച് പ്രതിസന്ധി മൂർച്ഛിപ്പിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാണ്. ത്രിപുരയിലും ആസാമിലും നാഗാലാൻഡിലും ഒക്കെ തന്നെ വിഭാഗീയ രാഷ്ട്രീയമുയർത്തുന്ന പ്രാദേശിക തീവ്രവാദ സംഘടനകളുണ്ട്. അവയിൽ പലതും പ്രവർത്തിക്കുന്നത് ബംഗ്ലാദേശ് ആസ്ഥാനമായാണ്. അത്തരം ഭീകര സംഘടനകളുടെ പിന്തുണയോടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വിഭജിച്ച് ഇന്ത്യയെ ഒറ്റപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഭീകരവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കത്തിന്റെ ഭാഗം. ഇത് വളരെ വ്യക്തമായി നിരീക്ഷിച്ച് കൃത്യമായി തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യയും ഒരുങ്ങുകയാണ്. ഇന്ത്യയുടെ സ്വസ്ഥത കെടുത്തിയാൽ, ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തിയാൽ അപ്രതീക്ഷിതമായി പലതും ചെയ്യാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ കണക്കുകൂട്ടുന്നുണ്ട്. സിറിയയിൽ ഭിന്നതയുണ്ടായപ്പോൾ ഗോലൻ കുന്നുകൾ പിടിച്ചെടുത്ത് തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയ ഇസ്രായേലിന്റെ വഴി ഇന്ത്യയും സ്വീകരിച്ചേക്കും. ബംഗ്ലാദേശ് കൂടുതൽ കളിച്ചാൽ ഒരുപക്ഷെ വലിയ ഇടപെടൽ ഉണ്ടാവുമെന്നും ബംഗ്ലാദേശ് തന്നെ അങ്ങെടുക്കാൻ ഇന്ത്യ തയ്യാറായേക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയുടെ നിശബ്ദത അപകടകരമാണ് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരുടെ വിലയിരുത്തൽ. പാകിസ്ഥാനും ബംഗ്ലാദേശും ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഇന്ത്യക്ക് എന്തെങ്കിലും തടസ്സമുണ്ടാക്കുന്ന നീക്കമുണ്ടായാൽ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും കലാപമോ ഭിന്നതയോ രൂപം കൊണ്ടാൽ അപ്പോൾ തന്നെ ബംഗ്ലാദേശിൽ കയറി പിടിച്ചെടുക്കുക തന്നെയാണ് ഇന്ത്യയുടെ പദ്ധതി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബംഗ്ലാദേശിന് നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇന്ത്യക്ക് ഒരു രാത്രിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ബംഗ്ലാദേശിൽ ഇന്ത്യ ഇടപെടൽ നടത്തിയാൽ പാകിസ്ഥാൻ സൈന്യം ഇടപെടും എന്ന ഭീഷണിയുമായി പാക് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. റഷ്യയുടെ സ്ഥിരതയ്ക്ക് നേരെ ഉക്രൈൻ ഭീഷണി ഉയർത്തിയപ്പോൾ നാറ്റോ സഖ്യത്തിന്റെ ഭാഗമായി റഷ്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ നീക്കം നടത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ റഷ്യ നടത്തിയ അതേ നീക്കം തന്നെ ഇന്ത്യയും നടത്തിയേക്കും എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. 2014 രക്തച്ചൊരിച്ചിലൊന്നുമില്ലാതെ ക്രീമിയെ പിടിച്ചെടുത്ത റഷ്യയ്ക്ക് അത് വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടില്ല. യുക്രൈന് നിശബ്ദമായി അത് അംഗീകരിക്കേണ്ടി വന്നു. പിന്നീട് യുക്രൈൻ നാറ്റോയിൽ ചേർന്ന് റഷ്യയുടെ സ്വസ്ഥത കെടുത്തുമെന്ന സാഹചര്യമുണ്ടായപ്പോഴാണ് യുക്രൈന് നേരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ആ യുദ്ധം ഇപ്പോഴും നീളുമ്പോൾ യുക്രൈന്റെ പല ഭൂപ്രദേശങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. അവയൊക്കെ റഷ്യക്ക് വിട്ടുകൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശം. സമാനമായ ഓപ്പറേഷനിലൂടെ ഇന്ത്യയുടെ ചിക്കൻ നെക്കിനെ വിപുലപ്പെടുത്താനുള്ള പദ്ധതി ഇന്ത്യ രൂപം കൊടുക്കുന്നുവെന്നും ബംഗ്ലാദേശ് അധികം ഇറങ്ങിക്കളിച്ചാൽ അവർക്ക് തന്നെ അത് ആപത്താവുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ 5ാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യ എന്ന് ബംഗ്ലാദേശിന് അറിയാത്തതല്ല. ബംഗ്ലാദേശിന്റെ പ്രതിരോധ ബജറ്റിന്റെ
17 ഇരട്ടിയാണ് ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ബജറ്റ്. ഇതൊന്നും തിരിച്ചറിയാതെയാണോ ബംഗ്ലാദേശ് ഇറങ്ങിക്കളിക്കുന്നത് എന്ന ചോദ്യമാണ് പ്രസക്തമാവുന്നത്. ഇന്ത്യ നിശബ്ദമായി കാത്തിരിക്കുന്നു. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് തടസ്സമുണ്ടാവുന്ന എന്തു സംഭവിച്ചാലും ബംഗ്ലാദേശിൽ ഒരു അധിനിവേശം നടത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല.